ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി കേരളത്തിൽ എത്ര മാർക്കും റാങ്ക് ലഭിച്ചവർക്കായിരിക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവുക കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജുകളിലും? അതേപോലെ കാലിക്കറ്റ്, ട്രിവാൻഡ്രം പോലുള്ള ഓരോ മെഡിക്കൽ കോളേജുകളും ഓരോ കാറ്റഗറിക്ക് ലഭിച്ച അവസാന റാങ്കുകളും ഇതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ അത് നമുക്ക് കേരളത്തിൽ പോയിരിക്കുന്ന അവസാന റാങ്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 12,173 പോയിരിക്കുന്നത്. 634 നീറ്റ് സ്കോർ ഇടുക്കി ഗവൺമെന്റ് കോളേജിൽ. OBC കോന്നിയിലാണ് 12,759, 632 സ്കോർ. EWS പോയിരിക്കുന്നത് 23,728, 610 സ്കോർ കോന്നിയിലെ കോളേജിൽ തന്നെയാണ്. ഇടുക്കി കോളേജിൽ SC പോയിരിക്കുന്നത് 1,11,816, 497 സ്കോർ. ST പോയിരിക്കുന്നത് 1,39,786, 470 സ്കോർ ഇടുക്കി കോളേജിൽ നിന്ന്. ഇതാണ് MBBS ഒരു പിക്ചർ. ഇനി BDS അവസാന റാങ്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 39,719 കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ, 583 സ്കോർ. OBC 42,528, 579 സ്കോർ. EWS 52,429, 565 സ്കോർ. SC 1,55,906, 456 സ്കോർ. ST 1,96,645, 424 സ്കോർ. ഇതാണ് BDS അവസാനമായിട്ട് പോയിരിക്കുന്ന റാങ്കുകൾ. ഇനി ഓരോ കോളേജുകളിലെയും അവസാന റാങ്കുകൾ നോക്കാം. കോഴിക്കോട് 12,760 പോയിരിക്കുന്നത് EWS കാറ്റഗറിയിൽ പോയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനമായിട്ട്. OBC പോയിരിക്കുന്നത് 2,231 പോയിരിക്കുന്നത്. ST പോയിരിക്കുന്നത് 1,10,891. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ EWS പോയിരിക്കുന്നത് 15,705, OBC പോയിരിക്കുന്നത് 4,090, SC പോയിരിക്കുന്നത് 76,277, ST പോയിരിക്കുന്നത് 1,19,048. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലേക്ക് വരുന്ന സമയത്ത് 17,672 റാങ്കാണ് EWS പോയിരിക്കുന്നത്. OBCയിൽ പോയിരിക്കുന്ന അവസാന റാങ്ക് എന്ന് പറയുന്നത് 6,904. ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 5,969 ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. SCയിൽ പോയിരിക്കുന്നത് 84,456, STയിൽ പോയിരിക്കുന്നത് 1,15,467. ഇങ്ങനെ എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് വേണ്ട ആളുകൾ ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് അയച്ചു തരുന്നതാണ്. ഷോർട്ട് ചെയ്തിരിക്കുന്ന PDF ഉണ്ട്, ആ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഒരുപാട് വീഡിയോ ലെങ്ത് ആവണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. ഓൾറെഡി എത്ര മാർക്കുള്ളവർക്ക് ഇനി ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുക എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇനി അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോപ്പപ്പ് അലോട്ട്മെന്റ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് മോപ്പപ്പ് അലോട്ട്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യും. അടുത്തൊരു മോപ്പപ്പിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, എപ്പോഴാണ്, എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.